നമസ്കാരം. ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ അത് അവസാനിക്കുന്നില്ല. ആലപ്പുഴ ചേർത്തല മറ്റൊരു ധർമ്മസ്ഥലയാകുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ദിവസങ്ങൾ. ഈ വാർത്തകളിലേക്കൊക്കെ വിശദമായി നമ്മൾ കടക്കുന്നു. നമ്മൾ ആദ്യം പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധർമ്മസ്ഥലയിലെ ബോളിയാർ വനമേഖലയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടുവെന്നാണ് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. തന്റെ വീടിന് സമീപം മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് പ്രദേശവാസിയായിട്ടുള്ള സ്ത്രീ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. മൃതദേഹം സംസ്കരിച്ചതിനു ശേഷം കുടിക്കാനും തൂമ്പ കഴുകാനും ശുചീകരണ തൊഴിലാളി വെള്ളം ചോദിച്ചുവെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോളിയാർ വനമേഖലയോട് ചേർന്നാണ് ഇന്നും തെരച്ചിൽ നടക്കുന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് പോയിന്റ് 13-ലും വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതിനിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് സ്റ്റേഷന്റെ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, തുടർച്ചയായി ഈ വാർത്തയ്ക്ക് പിന്നാലെയാണല്ലോ. ബൈജു, ആദ്യം ഈ ദൃക്സാക്ഷി വെളിപ്പെടുത്തൽ അത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഒരു മൃതദേഹം കുഴിച്ചിടുന്നത് കാണുന്നു. ആ കുഴിച്ചിട്ട തൊഴിലാളി വെള്ളം കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു, തൂമ്പ കഴുകാൻ വെള്ളം ചോദിക്കുന്നു. അങ്ങനെ വളരെ വിശദമായി തന്നെ അവർ ഓർത്തെടുക്കുകയാണോ ഇത്ര കാലം മുമ്പ് നടന്ന കാര്യങ്ങൾ? എൽദോ, ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അതായത് SIT സംഘം ക്ഷേത്രഭൂമിയിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ ബോളിയാർ വനമേഖലയിലാണ് പരിശോധന നടത്തുക എന്നാണ് അറിയിച്ചതെങ്കിൽ അതല്ല, ഇപ്പോൾ SITയുടെ അപ്രതീക്ഷിത നീക്കമെന്ന് പറയേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് ക്ഷേത്രഭൂമിയാണ് എന്നോർക്കണം. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ബാഹുബലി ബേട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ക്ഷേത്രഭൂമിയിൽ ഇപ്പോൾ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നു. വളരെ വളരെ സുപ്രധാനമാണ് ഈ നീക്കം. SITയുടെ നേരത്തെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു നീക്കം ഇപ്പോൾ കാണാൻ സാധിക്കും. അല്പസമയം മുമ്പാണ് ശുചീകരണ തൊഴിലാളിയുമായി ഈ സംഘം ഇവിടെ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഇത് മറച്ചു വെച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. ഇതിനകത്ത് പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. SITയുടെ ഉദ്യോഗസ്ഥരുണ്ട്, ശുചീകരണ തൊഴിലാളിയുണ്ട്. ഇത് 11ാം ദിവസം അത്ര സുപ്രധാനമായൊരു നീക്കമാണ് ഇപ്പോൾ SIT നടത്തിയെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ നേരത്തെ സ്നാനഘട്ടയിലും റവന്യൂ ഭൂമിയിലും വനഭൂമിയിലും ഒക്കെ ആയിരുന്നു പരിശോധനയെങ്കിൽ ഇതല്ല. ഈ ഒരു ക്ഷേത്രഭൂമിയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നത് ഈ കേസിൻ്റെ ഗതി തന്നെ മാറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ SITയുടെ നീക്കമുള്ളത്. 11ാം ദിവസം ഓർക്കുക, 11ാം ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു SITയുടെ നീക്കം. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് നിർണായകമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ ഈ ക്ഷേത്രഭൂമിയിലേക്ക് SIT സംഘം പ്രവേശിക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. നേരത്തെ സ്നാനഘട്ടയിലായിരുന്നു പരിശോധന നടത്തിയത്. അതുപോലെ തന്നെ ഈ നേത്രാവതി പുഴയുടെ തീരത്തും വനഭൂമിയിലും ഒക്കെ ആയിരുന്നു പരിശോധന നടത്തിയതെങ്കിൽ ഇത് അതിലും അപ്പുറം SIT വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു, അന്വേഷണം മുന്നോട്ട് പോകുന്നു. നേരത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ആളുകൾ വലിയ തോതിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറിയുള്ള ഈ പരിശോധന ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇവിടെ ഇപ്പോൾ ആ പരിശോധന പുരോഗമിക്കുന്നു. JCB ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. ഇത് ബാഹുബലി ബേട്ട എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിന് കീഴിലുള്ള ഭൂമിയാണ്. ആ ഭൂമിയിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. വലിയ തോതിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 6 അടി താഴ്ചയിൽ ഇവിടെ ഒരു മൃതദേഹാവശിഷ്ടം കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ നിർണായകമായ മൊഴി. നേരത്തെ പല സ്ഥലങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്നാനഘട്ടയും അതുപോലെ തന്നെ വനഭൂമിയിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊരു ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭൂമിയിൽ അന്വേഷണ സംഘം SIT കടന്നിരിക്കുന്നു എന്നത് വളരെ സുപ്രധാനമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിപ്പോൾ JCB ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന ദൃശ്യമാണ്. മറച്ചു വെച്ച് പരിശോധനയാണെങ്കിലും നമുക്ക് അതിൽ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാം. ശുചീകരണ തൊഴിലാളി അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താൻ എവിടെയാണോ മൃതദേഹം കുഴിച്ചിട്ടത് ആ ഭാഗം കൃത്യമായി കാട്ടിക്കൊടുക്കുന്നുണ്ട്. അവിടെയാണ് പരിശോധന നടക്കുന്നത്. ഇത് ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഇത്തരത്തിൽ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് മൊഴിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുകയാണെങ്കിൽ ഈ കേസിൻ്റെ ഗതി തന്നെ മാറും. അത്രത്തോളം പ്രാധാന്യം ഈ ഒരു പരിശോധനയിൽ ഉണ്ടെന്ന് പറയേണ്ടി വരും. നേരത്തെ ഉണ്ടായ രീതിയിലുള്ള പരിശോധനയല്ല. ബോളിയാർ വനമേഖലയിലാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി ഒരു മൃതദേഹം കുഴിച്ചെടുത്തത് കണ്ടെന്ന വെളിപ്പെടുത്തലുമായി ഒരു സാക്ഷി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കേസിൽ പല നിർണായകമായ തെളിവുകൾ പുറത്തു വരുന്നു. അതുമാത്രമല്ല,
11A എന്ന് പറയുന്ന നേരത്തെ മാർക്ക് ചെയ്തില്ലാത്ത സ്ഥലമാണ്. അവിടെ ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥികൂടം ലഭിക്കുന്നു. അതോടൊപ്പം ഒരു തലയോട്ടി ലഭിക്കുന്നു. 60ഓളം അസ്ഥികൾ ലഭിക്കുന്നു. അത്രത്തോളം വലിയ തെളിവുകൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ 6ാമത്തെ പോയിന്റിൽ നിന്നും ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥികൂടം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ അറിയുന്ന അതല്ലെങ്കിൽ SIT ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഒരുപാട് വിവരങ്ങൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. SIT ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോൾ ഒരു പക്ഷേ ഇതിലും അപ്പുറം വ്യാപ്തി ഇതിൽ വന്നേക്കാം. അതായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ക്ഷേത്രഭൂമിയിലകത്ത് ഒരു പരിശോധന നടത്താൻ SIT മുതിർന്നത്. കാരണം ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെയും ഇത്തരം സ്ഥലങ്ങളിൽ അവസാനം പരിശോധന നടത്താൻ കൂടുതൽ തെളിവുകൾ കിട്ടിയതിനു ശേഷമെന്നാണ് SITയുടെ ഭാഗത്തു നിന്നും അനൗദ്യോഗികമായി നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ ഇന്ന് വളരെ അപ്രതീക്ഷിതമായാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നതും. വാഹന വ്യൂഹം നമുക്ക് മുന്നിൽ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷന് മുന്നിൽ കടന്നു പോകുമ്പോൾ നമ്മൾ കരുതിയിരുന്നത് ഈ ബോളിയാർ വനമേഖലയോട് ചേർന്ന് ഇന്നലെ പരിശോധന നടത്തിയ 4 മണിക്കൂർ മാത്രം പരിശോധന നടത്തിയ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ തെരച്ചിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷേ വാഹനം നേരെ പോയത് ഈ അമ്പലത്തിൻ്റെ അകത്തേക്കാണ്. അവിടെ നിന്നും ഈ ബാഹുബലി ബേട്ട എന്ന് പറയുന്ന ഈ സ്ഥലം നമുക്ക് കാണാം. ഈ ദൃശ്യങ്ങളുടെ ഇവിടെയാണ് ആ പരിശോധന നടക്കുന്ന സ്ഥലം. ഇത് 6 അടി മാത്രം താഴ്ചയിൽ അവിടെ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ സാക്ഷിയുടെ മൊഴി. എന്തായാലും പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വളരെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് അന്വേഷണം കടക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ക്ഷേത്രത്തിന്റെ ഭൂമിയിലേക്ക് പരിശോധന എത്തുന്നു എന്നുള്ളത് നേരത്തെ ബൈജു സൂചിപ്പിച്ച അത് തന്നെയാണ് പ്രധാനം. ഈ കേസിന്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ള സംശയമില്ല. ആ ക്ഷേത്രത്തിലെ പരിശോധനയിൽ എത്രത്തോളം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ബൈജു ആദ്യം സൂചിപ്പിച്ച കാര്യത്തിലേക്ക് മടങ്ങിപ്പോയാൽ ഈ ദൃക്സാക്ഷിയായിട്ടുള്ള ആളുടെ വെളിപ്പെടുത്തലുണ്ടല്ലോ, അത് ഓൾറെഡി മാർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു പോയിന്റ് സംബന്ധിച്ചാണോ, അതല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ലാത്ത മറ്റൊരു പോയിന്റിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്? ഇത് ഏത് കാലഘട്ടത്തിലെയാണ് ഇവർ പറയുന്ന കാര്യം? എൽദോ അത് മാർക്ക് ചെയ്ത ഒരു സ്ഥലമല്ല, ഇതുവരെ അടയാളപ്പെടുത്താത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലം വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശ്മശാനത്തിനടുത്താണ് ഈ സ്ഥലമുള്ളത്. അതായത് അവിടെ ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളി ഒരു മൃതദേഹം മറവ് ചെയ്തതിന് ശേഷം ഈ വീട്ടിലെത്തി ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുകയും അതോടൊപ്പം തൂമ്പ കഴുകുകയും ചെയ്തെന്നാണ് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുള്ളത്. ആ സാക്ഷി SITക്ക് മുൻപാകെ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോളയാർ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഒരു പക്ഷേ ഇന്നലെ പരിശോധന നടന്ന ആ സ്ഥലം ബോളയാറാണ്. അതുമാത്രമല്ല ആ സ്ഥലത്താണ് ന്യൂസ് 18 സംഘം ഇതിന് ഏറ്റവും തുടക്കത്തിൽ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകാം, ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് ന്യൂസ് 18 വെളിപ്പെടുത്തിയ സ്ഥലം. അതായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയ സ്ഥലം. ആ മേഖലയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ സ്ഥലം ഏതാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം അവിടെ ഇനി പരിശോധന നടക്കേണ്ടതുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അടയാളം പെടുത്തിയിട്ടില്ല, മാർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ 1 മുതൽ 13 വരെ പോയിന്റിൽ മാത്രമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ പരിശോധന ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പരിശോധന നടക്കുന്ന സ്ഥലവും ഏതെങ്കിലും തരത്തിൽ മാർക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും തരത്തിൽ വിവരം അറിയുന്നതോ ഒന്നുമായിരുന്നില്ല. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ ഭാഗത്തേക്ക് SIT സംഘം നീങ്ങുകയായിരുന്നു. നമ്മളും ഇന്ന് ഈ വനമേഖലയോട് ചേർന്ന സ്ഥലത്ത് പരിശോധന നടക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. അത്തരത്തിലായിരുന്നു നമ്മൾ ആ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ, ഈ വാഹന വ്യൂഹത്തിനപ്പുറം നീങ്ങിയപ്പോഴാണ് ഇത് ഈ ക്ഷേത്ര നഗരിയിലേക്ക് പ്രവേശിക്കുന്നതും ഈ ഒരു സ്ഥലത്ത് വരുന്നതും വളരെ വളരെ അപ്രതീക്ഷിതമായിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ആദ്യമായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്ന സാക്ഷി ഈ സ്പോട്ടിലുണ്ടാകുന്ന ആ ഒരു ദൃശ്യം ലഭിക്കുന്നതും. കൂടുതൽ പോലീസ് സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ നമുക്കറിയാം വലിയ തോതിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായൊരു സ്ഥലമാണ്. അതും ഈ ഭാഗത്ത് ഈ ക്ഷേത്രത്തുമായി അനുകൂലിക്കുന്ന ആളുകളായിരുന്നു ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത്. 6ഓളം പേരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തോതിൽ D ഗ്യാങ് എന്ന് പറയുന്ന ഒരു സംഘം ഇവിടെ ഇത്തരത്തിൽ വലിയ തോതിൽ ഉണ്ടായിരുന്നു. ഭീഷണിപ്പെടുത്തുന്ന നമ്മളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഘമുണ്ടായിരുന്നു. എന്തായാലും മലയാളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ഏക ചാനലാണ് ന്യൂസ് 18 ഈ തത്സമയ ദൃശ്യം കാണിക്കുന്നത്. ഇവിടെ അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ പരിശോധനയിൽ ഒരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കും. കാരണം നമുക്ക് ഇവിടെ നിന്നും തൊട്ടടുത്ത് വളരെ അടുത്ത് കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ പരിശോധന നടക്കുന്നത്. നമ്മൾ തൊട്ടടുത്തുണ്ട്. ഒരു ചെറിയ മറച്ചു വെച്ചത് മാത്രം വെച്ച് നമുക്ക് അകത്ത് JCB ഒക്കെ ആ തെരച്ചിൽ നടത്തുന്നത് കാണാം. ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരത്തിൽ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും പോലീസ് SIT അതിൻ്റെ കൃത്യമായ തെളിവുകളില്ലാതെ, നേരത്തെ തെളിവുകൾ ലഭിക്കാതെ ഇങ്ങനൊരു പരിശോധന നടത്തില്ല എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും.
അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവർ പ്രവേശിക്കില്ല. കാരണം ഇത് കോടതി ഉത്തരവോട് കൂടിയാണ് ഈ പരിശോധന നടക്കുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് തടയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം SITയെ സംബന്ധിച്ചിടത്തോളം വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇവിടുന്ന് ഇത്തരത്തിൽ മൃതദേഹ ആവശ്യം ലഭിച്ചാൽ പോലും അത് രഹസ്യമായി തന്നെ അത് വെക്കുന്ന ഒരു പതിവാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് അങ്ങേയറ്റം സെൻസിറ്റീവ് ആയുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ അത്തരം കാര്യമുള്ളതുകൊണ്ടായിരിക്കാം SIT ഇതിന് വളരെ രഹസ്യ സ്വഭാവത്തിലുള്ള പരിശോധന നടത്തുന്നത്. എന്നാലും നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കും. ഔദ്യോഗികമായ സ്ഥിരീകരണം അത് SIT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, അതല്ലെങ്കിൽ DGP തലത്തിലോ മുഖ്യമന്ത്രി തലത്തിലോ അതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വരണം. ഇപ്പോൾ എന്തൊക്കെ വസ്തുക്കൾ കിട്ടി അതൊന്നും SITയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചതല്ല. അത് കൃത്യമായി ഈ SIT ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനായ DGP ആണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം തരുന്നത്. ഒരു പക്ഷേ ഇതെല്ലാം ഈ പരിശോധനയൊക്കെ പൂർത്തിയായതിനു ശേഷമായിരിക്കും അത്തരം സ്ഥിരീകരണങ്ങളൊക്കെ നൽകുക. നിലവിൽ പരിശോധന മുന്നോട്ട് പോകുന്നു. ശുചീകരണ തൊഴിലാളിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത് ഈ പ്രദേശത്തിന് സമീപമെല്ലാം തന്നെ വലിയ തോതിൽ ഭീഷണി ഉണ്ട്. നമുക്കുൾപ്പെടെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ വലിയ ഭീഷണിയുണ്ട്. ആരെയാണ് ഇത് പ്രകോപിപ്പിക്കുന്നത്? ആ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഘത്തിൽ നേരത്തെ ഇവിടെ ഇത്തരത്തിൽ കൊലപാതകം നടത്തിയ ആളുകൾ വരെയുണ്ടെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ഫോൺ കോൾ വരുന്നുണ്ട്. നേരത്തെ ഇവിടെ മർദ്ദിച്ച് ഇത്തരത്തിൽ മർദ്ദനമേൽക്കേണ്ടി വന്ന മലയാളികളുണ്ട്. ആ മർദ്ദിച്ച സംഘത്തിലെ ആളുകൾ ആ വീഡിയോ ദൃശ്യത്തിലുണ്ട് എന്ന വെളിപ്പെടുത്തലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പദവി SITക്ക് ലഭിച്ചിരിക്കുന്നു. അത് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ്. അത്രത്തോളം അധികാരം അവർക്ക് ലഭിച്ചിരിക്കുന്നു. സ്വന്തമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും മറ്റ് നടപടികളിലേക്ക് കടക്കാൻ പറ്റും. കോടതിയിൽ ഉൾപ്പെടെ അത് SITക്ക് ഗുണം ചെയ്യും. എന്തായാലും ഇപ്പോൾ ഈ പരിശോധന ഇത് അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഒരു വിവരങ്ങൾ ലഭിക്കും. വളരെ നിർണായകമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. പോലീസ് വാഹനങ്ങൾ നിരവധിയുണ്ട്. ആയുധധാരികളായ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നേരത്തെ മാർക്ക് ചെയ്ത് അവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തുന്ന ഒരു പതിവാണെങ്കിൽ ഇവിടെ സർപ്രൈസ് സ്പോട്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു സ്പോട്ടിലൊരു പരിശോധന നേരത്തെ ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള SITയുടെ ഒരു നീക്കമെന്ന് ഇതിനെ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. വലിയ സമയം ഇവിടെ ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം 6 അടി മാത്രം താഴ്ചയിലാണ് ഇങ്ങനൊരു മൃതദേഹം ഇയാൾ ഇവിടെ കുഴിച്ചിട്ടതെന്ന മൊഴി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ JCB കൂടി ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അങ്ങനെ ഒരു മൃതദേഹാവശിഷ്ടം ഉണ്ടെങ്കിൽ അത് ലഭിക്കും. ഇവിടെ നിന്നും ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുകയാണെങ്കിൽ എന്തോ അത് ഈ കേസിൻ്റെ ഗതി തന്നെ മാറും. ഒരു പക്ഷേ അത് വലിയ തോതിൽ സങ്കീർണതകളിലേക്കൊക്കെ പോകും. ഈ അന്വേഷണത്തിൻ്റെ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ നിന്നും ഏറ്റവും മാറിയുള്ള ഒരു കാര്യമായി അത് മാറും. എന്നാലും വളരെ നിർണായകമായ ആ ഒരു പരിശോധനയാണ് നടക്കുന്നത്. അത് പൂർണ്ണമായും ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ഉള്ള ഒരു പരിശോധന നടക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളൊക്കെ കാണാം. ഈ SITയുടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം വാഹനങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ RDO ഉൾപ്പെടെ ഉണ്ട്. കാരണം ഈ മൃതദേഹം കുഴിച്ചെടുക്കണമെങ്കിൽ നിയമപരമായി RDOയുടെ സാന്നിധ്യം കൂടി വേണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മലയാളി ആയ ഒരു ഉദ്യോഗസ്ഥയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ SITയുടെ രേഖകൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് SITയുടെ രേഖകളാണ്. ഇതുവരെയുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഓരോ പരിശോധനയും രേഖകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എൽദോ കാണുന്നത്. അത്തരം വസ്തുക്കൾ വരെ ഇപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടുതലായും ഇത്തരം ദൃശ്യങ്ങളൊന്നും തന്നെ ഈ 11 ദിവസത്തിനിടയിൽ നമുക്ക് ആദ്യമായാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കാണാം, ഒരുപാട് രേഖകൾ ഇതിൽ കാണുന്നുണ്ട്. ഒരു പക്ഷേ വലിയ വലിയ തെളിവുകൾ SITക്ക് ലഭിച്ചു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. എന്തായാലും ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയാണ് നമ്മുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത്. നേരത്തെ ആ ശുചീകരണ തൊഴിലാളിയുടെ ദൃശ്യം ഉൾപ്പെടെ ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറ പകർത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ന്യൂസ് 8ൻ്റെ കന്നഡ ക്യാമറാമാനാണ്. കാരണം അദ്ദേഹം ഒരുപാട് ദൃശ്യങ്ങൾ ന്യൂസ് 8ൽ നമുക്ക് ലഭിച്ചത് കന്നഡ നമ്മുടെ സഹോദര സ്ഥാപനമായ ന്യൂസ് 18 കന്നഡയുടെ ദൃശ്യങ്ങളാണ്. അത്രത്തോളം കൃത്യമായ ഓരോ വളരെ ഡേഞ്ചറസ് ആണ് അവിടുത്തെ റിപ്പോർട്ടിംഗ് പോലും, മാധ്യമ പ്രവർത്തനം പോലും. ഒരുപാട് ഭീഷണി നേരിടുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. അതൊക്കെ അതിജീവിച്ചാണ് ബൈജുവും അഖിലോട്ടുപാറയൊക്കെ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് സംശയമില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ പോലീസിന് അവിടെ പോലീസ് സ്റ്റേഷന് പദവി നൽകുകയാണല്ലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. ആ ഒരു സാഹചര്യം എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്? അത് ഏതൊക്കെ തരത്തിലാണ് ഈ കേസ് അന്വേഷണത്തെ ബലപ്പെടുത്തുക? എൽദോ, അത് വളരെ പ്രധാനമാണ്. SITയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അധികാരം പദവി ലഭിക്കുന്നു എന്നത് അത് വലിയ
ഈ അന്വേഷണത്തിന് ഗുണം ചെയ്യും. കാരണം വിചാരണ വേളയിലൊക്കെ SITക്ക് ആ രീതിയിലൊരു നീക്കങ്ങൾ നടത്താൻ സാധിക്കും. ഇത്തരം SITക്ക് വരുന്ന പരാതികൾ അത് ഈ സാധാ പോലീസ് സ്റ്റേഷനുകളിൽ, അതായത് ധർമ്മസ്ഥലം ഉൾപ്പെടെയുള്ള സാധാ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിനുശേഷം അത് SITക്ക് നേരിട്ട് അത് പരിശോധിക്കാം, സാക്ഷി മൊഴികൾ എടുക്കാം. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇനി SITക്ക് ഈ ഒരു പദവിയോടുകൂടി സർക്കാർ ആ പദവി നൽകിയതോടുകൂടി ഇനി നീക്കങ്ങൾ നടത്താം. ഒരുപക്ഷെ ഈ കേസിൻ്റെ ഗൗരവം ഇതിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ തുടർഘട്ടത്തിൽ മനസ്സിലായതുകൊണ്ടാകാം ഇന്നലെ അങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനൊരു നീക്കം നടന്നത്. ആ ഒരു ഇതിലൂടെ ഈ SITയെ സംബന്ധിച്ചിടത്തോളം ഇനി കോടതിയിൽ ഉൾപ്പെടെയുള്ള നിയമ തടസ്സങ്ങൾ, പല സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടാകും. അതെല്ലാം നീങ്ങിയിരിക്കുന്നു. അവർക്ക് സ്വന്തമായി തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാം. സാക്ഷികളെ ഉൾപ്പെടെ ഇവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. അതാണ് SIT ഇപ്പോൾ ശ്രമിക്കുന്നതും. എന്തായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നുള്ള പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും. അത് കൃത്യമായ വിവരങ്ങൾ മാത്രമേ ന്യൂസ് 18 പ്രേക്ഷകർക്കൊപ്പം പങ്കുവെക്കുകയും ചെയ്യും. ശരി ബൈജു, തുടരുക. അവിടെ തന്നെ എന്താണെങ്കിലും അവിടെ നിന്ന് നിർണായക വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. അവിടെ ക്ഷേത്ര പരിസരത്തും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ആ ക്ഷേത്ര പരിസരത്തെ പരിശോധന അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് അല്ല തീരെ. പക്ഷേ അതിലേക്ക് കടന്നിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ളത് തന്നെ വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്നു. ഈ ദുരൂഹത അഴിക്കാൻ കഴിയുമെന്നുള്ള നേരിയ തോതിൽ പ്രതീക്ഷ നൽകുന്നു. എന്നാണെങ്കിലും ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നുണ്ട്, ഉന്നത സംഘം അവിടെയുണ്ട്. വലിയ സുരക്ഷയിൽ അവിടെ പരിശോധന തുടരും. നമുക്ക് കാണാം ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തി ലോകത്ത് തന്നെ ഞെട്ടിച്ചു കളഞ്ഞ ശുചീകരണ തൊഴിലാളി അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും കാണിച്ച് നൽകുന്നതും. KV ബൈജു ആണ് ധർമ്മസ്ഥലയിൽ നിന്നും ചേർന്നത് സ്പോട്ട് ലൈവ്. ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. അവിടെയും സമാനമായിട്ടുള്ള ഒരുപാട് ചുരുളുകൾ അഴിക്കാനുണ്ട്. അതിൽ പക്ഷേ പ്രതിയായിട്ടുള്ളയാൾ ഇപ്പോഴും വേണ്ട തോതിൽ സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും വിട്ടു നൽകുന്നില്ല ഉള്ളിൽ നിന്ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലും വരുന്നുണ്ട്. സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും നേരത്തെയും ദുരൂഹത നിറഞ്ഞതാണെന്ന് 12 വർഷം മുമ്പ് ഒപ്പമുണ്ടായിരുന്ന പള്ളിപ്പുറം സ്വദേശി കണ്ണൻ ന്യൂസ് 18 വെളിപ്പെടുത്തി. വീടിനുള്ളിലേക്ക് സെബാസ്റ്റ്യൻ ആരെയും പ്രവേശിപ്പിക്കില്ല, ജനലോ വാതിലുകളോ തുറക്കില്ല. ദിവസം മുഴുവൻ കൂടെ സഞ്ചരിക്കുമ്പോഴും വീടിന്റെ കോമ്പൗണ്ടിൽ എത്തിയാൽ പുറത്ത് നിർത്തുമെന്നും ഉടൻ ഗേറ്റ് താഴ്ത്തു പൂട്ടുമെന്നുമാണ് വെളിപ്പെടുത്തൽ. എത്ര മദ്യപിച്ചാലും ബോധരഹിതനാകാത്ത സെബാസ്റ്റ്യൻ ആരോഗ്യമില്ലാത്ത ആളെ പോലെ നടിക്കുന്നതാണെന്നും കണ്ണൻ പറയുന്നു. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാണ് വിശ്വസിക്കുന്നതെന്നും കണ്ണൻ ന്യൂസ് 18 പ്രതികരിച്ചു. ആദ്യം കണ്ണന്റെ പ്രതികരണത്തേക്ക്. 2013 കാലയളവിലാണ് ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലടക്കമുള്ള 3 ഏക്കറോളം സ്ഥലം സെബാസ്റ്റ്യൻ വിൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ സെബാസ്റ്റ്യൻ എന്തായിരുന്നു? അന്ന് സെബാസ്റ്റ്യനോടൊപ്പം ഒരാഴ്ചയോളം വാഹനം ഓടിക്കാനായി ഉണ്ടായിരുന്ന കണ്ണനാണ് നമ്മളോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കണ്ണൻ, സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? കണ്ടപ്പോ ഒത്തിരി പുള്ളി എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നതായിട്ട് തോന്നി. ഒത്തിരി ഹൈഡ് ചെയ്ത് 2013 ആ കാലഘട്ടത്തിൽ ഒത്തിരി ഹൈഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നി. പിന്നെ എപ്പോഴും മദ്യപിക്കുന്നതായിട്ടുള്ള ആളാണ്. ഇയാളുടെ കൂടെ ഒരു ദിവസം പോയാൽ എങ്ങനെയാണ്? ഫുൾ ടൈം മദ്യപാനമാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. മദ്യപിച്ച് ഇങ്ങനെ നടക്കുക എന്നൊരു മൈൻഡാണ്. പിന്നെ പുള്ളിയുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകും. അവിടെ പോയി അവിടെ നിന്ന് അവരെ കൂടെ നിന്ന് മദ്യപിക്കും. ഒത്തിരി ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴും അയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആ ഗേറ്റ് പൂട്ടിയിട്ട് താഴിട്ട് പൂട്ടിട്ട് ഇറങ്ങുള്ളായിരുന്നു. പള്ളിപ്പുറത്തെ വീട് പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും താഴിട്ട് പൂട്ടി ഇറങ്ങും. അങ്ങനത്തെ ഒരു സ്വഭാവം അയാൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ആ വീട്ടിൽ ആളുണ്ടെങ്കിലോ? ഒരു ദിവസം ചിലപ്പോഴേക്ക് പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്കിലും ഞാൻ ആ വീടിനകത്തൊന്നും കയറിയിട്ടില്ല. അകത്ത് ആരെയും കയറത്തില്ല പുള്ളി. അപ്പൊ വൈഫ് ഉണ്ടെങ്കിൽ പോലും പുള്ളി പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പെരുമാറ്റത്തിലൊക്കെ ഒത്തിരി പുള്ളി നമ്മളെ ഭയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ ചെറുപ്പക്കാര്, ഇനി ഞങ്ങൾ പോലീസുകാരാണോ എന്നൊക്കെ പുള്ളി ഒത്തിരി ഭയപ്പെട്ടതായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ടായ ശരകൃഷ്ണനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അയാളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും നമുക്ക് തോന്നുന്ന വെച്ചാൽ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളായിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി പുള്ളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. സൗഹൃദമായോ നിങ്ങളായിട്ട്? സൗഹൃദമായെങ്കിലും ഞങ്ങൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് പുള്ളി കീപ്പ് ചെയ്തായിരുന്നു. അയാൾക്ക് നല്ല പൈസ ഉണ്ടായിരുന്നു. എപ്പോഴും ക്യാഷ് എടുത്ത് ഒത്തിരി ചെലവാക്കും. ക്യാഷ് ആയിട്ടാണ് പുള്ളി ചെലവാക്കുന്നത്. അതായത് ഒത്തിരി പൈസ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? പൈസയുടെ കയ്യിൽ കരുതുന്ന പൈസയുടെ അളവാണോ? കയ്യിൽ കരുതിയ പൈസ അങ്ങനെയാണ് പുള്ളി അന്ന് ചെലവാക്കിക്കൊണ്ടിരുന്നത്. കണ്ണ് ഇപ്പൊ എന്ത് തോന്നുന്നു? ഈ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചായി തോന്നുന്നു? എൻ്റെ ഒരു കാഴ്ചപ്പാടി ഒരുപക്ഷെ അവര്
ജീവനോടെ ചാൻസ് കുറവാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. എന്തായിരുന്നു 2013 കാലഘട്ടത്തിൽ സെബാസ്റ്റ്യൻ എന്നുള്ളത് വളരെ കൃത്യമായി ഈ കണ്ണന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ ആ വീടിന്റെ ദുരൂഹത എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് കണ്ണനോട് സംസാരിച്ചത്. ശരണ്യ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശരണ്യ, ഈ കണ്ണൻ പറയുന്നത് കേട്ടാൽ അതിൽ എത്ര നാൾ ഈ കണ്ണൻ ആദ്യം അത് അന്വേഷിക്കട്ടെ, ആദ്യം എത്ര നാൾ ഈ കണ്ണൻ ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നു, ഈ സെബാസ്റ്റിനൊപ്പം? എൽദോ വളരെ കുറച്ച്, അതായത് 1-2 ആഴ്ചയോളമാണ് കണ്ണൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. കണ്ണനും ശരത്തും, അതായത് ഇവർ രണ്ടുപേരും പള്ളിപ്പുറം സ്വദേശികൾ തന്നെയാണ്. ഇവരെ ആ സ്ഥലത്ത് തന്നെയുള്ള സെബാസ്റ്റ്യൻ സ്ഥിരമായി ചെല്ലാറുണ്ടായിരുന്ന ഒരു വീടുണ്ട്, ഷീജ എന്ന് പറഞ്ഞൊരു സ്ത്രീയുമായി. അവരുമായി സൗഹൃദത്തിലായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ്, ഷീജയാണ് ഈ ചെറുപ്പക്കാരോട്, അതായത് ഇവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ആയിട്ട് നടന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇവരോട് പറയുന്നു, സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ എറണാകുളത്തെ പ്ലോട്ട് വിറ്റതിൻ്റെ 1.5 കോടി രൂപയോളമാണ് കിട്ടിയിട്ടുള്ളത്, വലിയ ബന്ധങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ അങ്ങനെ ഒരാളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ സെബാസ്റ്റ്യനുമായി സൗഹൃദത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. അവർ തുറന്ന് നമ്മളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ബിസിനസ്, ഞങ്ങൾ ചെറുപ്പക്കാരാണ്, ഞങ്ങൾക്ക് വലിയ കച്ചവടമൊന്നുമില്ല, അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇയാളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ, ഇയാൾക്ക് ഒത്തിരി ബന്ധങ്ങളുള്ള ആളാണ്, അപ്പോൾ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് പോയെന്ന് അവർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരു 1-2 ആഴ്ചയോളം ഇയാളുടെ കൂടെ തുടർന്നു എന്നുള്ളതാണ്. ഈ നമ്മളോട് സംസാരിച്ച കണ്ണനായിരുന്നു ഇയാളുടെ വാഹനം ഓടിച്ചത്. ഒപ്പം തന്നെ ശരത്ത് ആ വണ്ടിയിലും ഉണ്ടാകുമായിരുന്നു എന്നാണ് കണ്ണൻ വ്യക്തമാക്കിയത്. ആ യാത്രകളിലെ ദുരൂഹതയാണ് അയാൾ നമ്മളോട് വിവരിച്ചത്. അതായത് രാവിലെ വണ്ടിയും എടുത്തൊരു ഇത്രയധികം പണം കയ്യിലുള്ള ആളാണ് സെബാസ്റ്റ്യൻ. അതായത് ബിന്ദു പത്മനാഭൻ്റെ ആ സമയത്തെ 3 ഏക്കറോളം ഭൂമിയാണ് ബിന്ദുവിൻ്റെയും പ്രവീണിൻ്റെയുമായി ഇയാൾ തട്ടിയെടുത്തത്. അങ്ങനെ ആ എറണാകുളത്തെ പ്ലോട്ട് തന്നെ കോടികൾ വിലമതിക്കുന്ന പ്ലോട്ടായിരുന്നു. അങ്ങനെ ആ രീതിയിലുള്ള പണം ഇയാളുടെ കയ്യിൽ വിറ്റതിൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാവിലെ ഒരു വാഗനർ കാറിൽ, ഒരു പഴയ വാഗനർ കാറിലാണ് ഇയാൾ ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ വിളിച്ചുകൊണ്ട് പോകും, ഇവരാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം കൊണ്ടുപോയി ഓരോ സ്ഥലത്തും മദ്യം മേടിക്കും, വണ്ടിക്കകത്തിരുന്ന് മദ്യപിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും മദ്യം മേടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ തുടർച്ചയായ മദ്യപാനമാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഇടയ്ക്ക് സുഹൃത്തുക്കളുടെ എന്ന് പറഞ്ഞ വീടുകളിലൊക്കെ കൊണ്ടുപോകും, അവിടെയും ഇരുന്ന് മദ്യപിക്കും, അതിനുശേഷം തിരിച്ചു വരും. എത്ര മദ്യപിച്ചാലും ഞാൻ ചോദിച്ചു, ഒരു ലക്കുകെട്ട അവസ്ഥയിലേക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അല്ല, അയാൾ പോകാറില്ല എന്നാണ് ഈ ചെറുപ്പക്കാർ. ഇവർക്ക് തന്നെ ഒരു വളരെ ക്യൂരിയസ് ആണ്. അവർ പറയുമ്പോൾ അവരുടെ കണ്ണുകളിലുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് എത്ര മദ്യപിച്ചാലും ഇയാൾ ലക്കേടില്ല. മാത്രമല്ല ഇയാൾ അക്കൗണ്ട് ത്രൂ ഒരു പരിപാടി ഇല്ലെന്നാണ് അവർ പറയുന്നത്. എപ്പോഴും കാറിനകത്ത് പൈസ കാണും, പക്ഷെ ഇവർക്കൊന്നും 1 രൂപ പോലും വഴിവിട്ട് അങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. മറിച്ച് അയാൾ ഈ മദ്യം വാങ്ങുമ്പോഴും മദ്യവും ഭക്ഷണവും പിന്നെ സ്ത്രീ വിഷയവും. അപ്പോൾ ഈ ഭക്ഷണം വാങ്ങുന്ന ഘട്ടത്തിലും മദ്യം വാങ്ങുന്ന ഘട്ടത്തിലും ഈ പറഞ്ഞ 500-ൻ്റെ നോട്ടുകളൊക്കെയാണ്, അത്തരത്തിലുള്ള നോട്ടുകളാണ് ഇയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അത്തരത്തിൽ പൈസ അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരിക്കൽ പോലും പൈസ ഉള്ളവനായിട്ട് പുറത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം എപ്പോഴും ഒരുമാതിരി മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ തന്നെയായിരിക്കും ഇടുക. സുഖമില്ലാത്ത ഒരാളെ പോലെയാണ് അയാൾ നടിക്കുക. കാരണം 2013 പറയുമ്പോൾ ഐഷ തിരോധാനം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആകുന്നില്ല. ആ ഒരു സമയത്താണ് ഇവർ കൂടെ ചെല്ലുന്നത്. ആ സമയത്തുമൊക്കെ ഇത് ഇങ്ങനെ തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെയധികം ദുരൂഹതകൾ, അതായത് 2.5 ഏക്കർ വരുന്ന ഒരു പുരയിടമാണ് എൽദോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് കാണിച്ചു തന്നതാണ്. ഈ പുരയിടവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 2.5 ഏക്കർ വരുന്ന പുരയിടത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവർ പറഞ്ഞത്, ഇത്രയും ഇവരുമായി നടന്നൊരു സൗഹൃദം ഇയാൾ കാണിക്കുമ്പോൾ പോലും ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഗേറ്റ് പോയിട്ടും, മാത്രമല്ല അകത്തേക്ക് ഒരു മനുഷ്യന് പ്രവേശനമില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഇവരെ ഒരു സ്ത്രീ അകത്ത് കാണുന്നുണ്ട്. ആ സ്ത്രീ സെബാസ്റ്റ്യന്റെ ഭാര്യയാണെന്നാണ് ഇവർ പറയുന്നത്, പക്ഷേ ഇവർ ഭാര്യയെ നേരിട്ട് കണ്ടിട്ടുമില്ല എന്ന് പറയുന്നു. സ്ത്രീയെ ഇവർ എന്തായാലും കണ്ടിട്ടുണ്ടാകത്ത്. പള്ളിപ്പുറം പള്ളി, അവർ ആ തീയതിയൊക്കെ പറയുന്നുണ്ട്, പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിലെന്നാണ് വീട്ടിൽ പാകം ചെയ്യാനുള്ള ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഇയാൾ വരുന്നു. അപ്പോൾ ഈ കതകിൻ്റെ പകുതി തുറന്ന് ഈ സ്ത്രീയെ കാണുന്നു. ഇയാൾ അകത്തേക്ക് കയറുന്നു, കഥ കടയ്ക്കുന്നു. ഒരു ജനൽ പോലും ആ വീടിൻ്റെ തുറക്കാറില്ല എന്നുള്ളതാണ്. അന്നും ഈ കോമ്പൗണ്ട്, ഇവർ പറഞ്ഞ ആ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. മാത്രമല്ല നിരവധി ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാൾ കാട് പിടിച്ച അവസ്ഥയായിരുന്നു ആ വീടും പുരയിടവും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സെബാസ്റ്റ്യനും ഇവരുമായി കാറിനകത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ഭാര്യ അകത്തുള്ളപ്പോഴും ഈ ഗേറ്റ് ഇയാൾ
ലോക്ക് ചെയ്ത് ആണ് പോകുന്നത്, അതായത് താഴിട്ട് പൂട്ടിയാണ് പോകുന്നത് എന്നുള്ളതാണ്. ആ കോമ്പൗണ്ടിലേക്ക് ആരും പ്രവേശിക്കാനായി സെബാസ്റ്റ്യൻ അനുവദിച്ചിരുന്നില്ല. അതിൽ വളരെ ശ്രദ്ധയാലുമായിരുന്നു സെബാസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് ഈ കണ്ണന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ നിരന്തരം കോളുകൾ വന്നുകൊണ്ടേയിരിക്കും, അത്തരത്തിൽ ആളുകളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എപ്പോഴും ഇവരെ സംശയത്തോടെയാണ് നോക്കിയിരുന്നത്. കാരണം ഇവർ രണ്ട് ചെറുപ്പക്കാർ, ഇവർ റിയൽ എസ്റ്റേറ്റ് മോഹങ്ങളും ഒക്കെ ആയിട്ടാണ് സെബാസ്റ്റിൻ്റെ കൂടെ ചെന്ന് ചേർന്നെങ്കിലും പക്ഷേ ഇയാൾ എപ്പോഴും സംശയിച്ചിരുന്നത് ഇവർ പോലീസുകാരാണോ എന്നുള്ള സംശയം ഇവരോട് ഉണ്ടായിരുന്നു. ഒരു ഘട്ടമായപ്പോൾ ഇവരെ തിരിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത്. അതായത് DYSP റാങ്കിലുള്ള ആളുകളുണ്ട്, എന്നോട് മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി തനിക്ക് ബന്ധമുണ്ട്, അതുകൊണ്ട് മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയാണ് അന്ന് ഇയാളിൽ നിന്ന് വിട്ടു പോകുന്നതെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എൽദോ റൈറ്റ്. എന്നാലും സെബാസ്റ്റ്യന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അയാൾക്ക് ചുറ്റും അടപടലം ദുരൂഹതയാണ്. ആ വീടും പുരയിടവും എങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു, അതിനുള്ളിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട്, അതുപോലെ തന്നെ അയാളുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അത്രമാത്രം നിഗൂഢതകൾ നിറഞ്ഞ ഒരു മനുഷ്യനാണ്. കേസ് അന്വേഷണം പുരോഗമിക്കുന്നു, കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു, കൂടുതൽ വിവരങ്ങൾ അയാളെ പറ്റി വരികയും ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഒരു വ്യക്തത കൃത്യമായി തെളിയും എന്ന് നമുക്ക് കരുതുകയും ചെയ്യാം. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും ചേർന്നത്. സ്പോട്ട് ലൈവ് പോകുന്നു ഒരു ഇടവേളയിലേക്ക്. കൊല്ലം സ്വദേശി മഹേഷും സുഹൃത്തും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കുണ്ടന്നൂർ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. നവമി ദിനേശ് വാർത്തയുടെ വിവരങ്ങൾ നൽകും. നവമി, മദ്യലഹരിയിലാണ് എന്നാണ് പറയുന്നത്. മദ്യലഹരിയിൽ തന്നെ ആയിരുന്നു അത്? അങ്ങനെയാണ് എൽദോ പോലീസ് പറയുന്നത്. മദ്യപിച്ച് ലക്കുകെട്ടാണ് കൊല്ലം സ്വദേശിയായ മഹേഷ്, ഒപ്പം മഹേഷിന്റെ സഹോദരിയും ഈ കാറിൽ തന്നെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ആയിരുന്നു ആ സമയത്ത് കാറിലുണ്ടായിരുന്നത്. മഹേഷ് ഇങ്ങനെ മദ്യപിച്ച് ബോധരഹിതനായാണ് വാഹനം ഓടിച്ച് അവിടെ വൈറ്റിലയിലുള്ള ഒരു കോഫി ഷോപ്പിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഏകദേശം 13-ലധികം ബൈക്കുകളെ ഇടിച്ചു തെറിപ്പിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമായിരുന്നു. ആ സമയത്ത് ആ വാഹനങ്ങളിലൊന്നും ആളുമില്ലാത്തതും ആ സമീപ പ്രദേശങ്ങളൊന്നും തന്നെ, ആ ബൈക്കിലൊന്നും സാധാരണ യുവാക്കൾ ഇരിക്കുന്നതാണ്, ആ ബൈക്കിന്റെ അവിടെയൊന്നും യുവാക്കൾ ഇരിക്കാത്തത് കൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. 13-ലധികം ബൈക്കുകളാണ് ഇടിച്ചു തെറിപ്പിച്ചത്. വലിയ അപകടം ഉണ്ടാകേണ്ട സാഹചര്യമാണ്. എന്തായാലും ആളുകളെ എല്ലാം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആളുകൾക്ക് ഒന്നും അപകടം സംഭവിച്ചില്ല എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. പക്ഷേ നാട്ടുകാർ പറയുന്നുണ്ട് ഈ മദ്യപിച്ച് ബോധരഹിതനായി തന്നെയാണ് മഹേഷ് ഈ വാഹനം ഓടിച്ചതെന്ന്. ആളുകൾ വണ്ടി നിർത്താനൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേൾക്കാതെ വണ്ടി പാഞ്ഞ് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരുന്നു മഹേഷ് ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസ് എത്തി, നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണ് ഈ വാഹനം തടഞ്ഞു നിർത്തുകയും പിന്നീട് മരട് പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് എത്തി ഈ മഹേഷിനെയും ഒപ്പം ഉണ്ടായിരുന്ന 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ആളുകൾക്ക് അപകടം സംഭവിക്കാത്തതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. എങ്കിൽ പോലും ഈ വാഹനങ്ങൾക്ക് പറ്റിയ കേട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം കൂടി മഹേഷിനോട് പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. 15-ലധികം വാഹനങ്ങൾക്ക് അപകടം സംഭവിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് വന്നതായിരുന്നു ആ ബൈക്കിലെത്തിയ ബൈക്ക് യാത്രികർ. അവർ ആ സമയത്ത് ഷോപ്പിലേക്ക് പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും മഹേഷ് മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമിതമായി മദ്യലഹരിയിലായിട്ട് തന്നെയാണ് ഈ മഹേഷ് ഇത്രയും വലിയൊരു അക്രമം ഈ കുണ്ടന്നൂരിൽ നടത്തിയത്. വലിയൊരു അക്രമമാണ്. പ്രത്യേകിച്ചും എത്രയോ വണ്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇടിക്കുന്നു. ആ ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ നടപടിക്രമം എന്തായി? എവിടെയാണ് ഇവരുള്ളത്? 3 പേരും ഇപ്പോൾ കസ്റ്റഡിയിലാണ്. എൽദോ, ആളുകൾക്കൊന്നും അപകടം സംഭവിക്കാത്തതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ് മഹേഷ് ഈ ബൈക്കുകളെല്ലാം 15-ലധികം വരുന്ന ബൈക്കുകളെല്ലാം തന്നെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോയത്. അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് എത്തി ഇവരെ 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. മഹേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായതിനാൽ ജാമ്യത്തിൽ വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു. ഒപ്പം ഈ വാഹനങ്ങൾക്ക് ഈ കേടുപറ്റിയ 2 വീലറുകളുടെ അത് നന്നാക്കി കൊടുക്കാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് ഈ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ പ്രകാരമായതിനാൽ തന്നെ ഇന്ന് രാവിലെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമിതമായി മദ്യലഹരിയിൽ തന്നെയായിരുന്നു എന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്.
ശരി, നോമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലാണ് ഇത്തരത്തിലൊരു വലിയ അപകട പരമ്പര തന്നെ നടത്തിയത്. ഒരു യുവാവ് കാറിൽ 13 ബൈക്കുകളാണ്, വാഹനങ്ങളാണ് ഇടിച്ചിട്ടത്. അത് അമിത മദ്യലഹരിയിലായിരുന്നു, മദ്യലഹരിയിൽ ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാലും ഇയാൾക്കൊപ്പം സഹോദരിയും സുഹൃത്തും ഉണ്ടായിരുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ളത് കാത്തിരിക്കാം. എന്താണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്നുള്ള കാര്യം ഓർത്ത് തന്നെ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. നവമിയാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. കോഴിക്കോട് തടമ്പാട്ട് താഴം ഫ്ലോറിക്കൻ റോഡിൽ വയോധികരായിട്ടുള്ള സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂലക്കണ്ടി സ്വദേശികളായിട്ടുള്ള ശ്രീജയ, പുഷ്പ എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടെ താമസിച്ചിരുന്ന ഇളയ സഹോദരൻ പ്രമോദിനെ കാണാനില്ല. 2 മുറികളിലായി മരിച്ച നിലയിൽ വെള്ള പുതച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് പോലീസ് പറയുന്നത്? എന്താണ് ഈ ആദ്യൊരു നിഗമനം? എന്താണ് ഈ മരണത്തിൽ? എന്തോ കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മറ്റ് പോസ്റ്റ്മോർട്ടത്തിന്റെ നടപടികളിലേക്ക് നീങ്ങുകയാണ്. 3 വർഷമായി ഈ തടമ്പാട് താഴത്തെ ഈ വാടക വീട്ടിലാണ് ഈ 2 വയോധികരായ സഹോദരിമാരും ഒപ്പം പ്രമോദ് എന്ന സഹോദരനും താമസിച്ചു വന്നിരുന്നത്. മൂഴിക്കൽ ഭാഗത്താണ് ഇവരുടെ തറവാട്ട് വീടുള്ളത്. വാടകയ്ക്കാണ് ഈ വീട്ടിൽ കഴിയുകയും ചെയ്തിരുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ ഇവരുടെ ഒരു ബന്ധുവിനെ ഈ പ്രമോദ് എന്ന സഹോദരൻ വിളിച്ചു പറയുകയായിരുന്നു. തന്റെ സഹോദരിമാരിൽ ഒരാൾ മരിച്ചു എന്ന് അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ അയൽവാസികളെയൊക്കെ വിവരം അറിയിക്കുകയും അവർ വന്ന് വീട്ടിൽ നോക്കുകയും ചെയ്തപ്പോഴാണ് 2 മുറികളിലായി 68ഉം 71ഉം വയസ്സുള്ള 2 സഹോദരിമാര് ശ്രീജയ, പുഷ്പ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവരുടെ ശരീരത്ത് വെള്ള പുതപ്പിച്ച് ഏതാണ്ട് പൊതുദർശനത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു എന്ന രീതിയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ ഉള്ളത്. അതിനുശേഷം ആണ് ഈ സഹോദരനെ തെരഞ്ഞപ്പോൾ അയാളെ കാണാനില്ല. ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയ ഒരു നിലയിലുമാണ്. ഏറ്റവും ഒടുവിൽ പോലീസ് ലൊക്കേഷൻ മറ്റും പരിശോധിച്ചപ്പോൾ ഫാറൂഖ് ഭാഗത്ത് ഇയാളുടെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കിട്ടുകയും ചെയ്തു. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ചൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രായമുള്ള ആളുകളാണ്. നാട്ടുകാർക്കൊന്നും വലിയ പരാതികളോ മറ്റും സഹോദരനെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശാരീരികമായ അനവധി പ്രശ്നങ്ങൾ ഈ 2 സഹോദരിമാർക്കുണ്ടായിരുന്നു. മിക്ക സമയത്തും ആശുപത്രികളിലും മറ്റുമൊക്കെ പോകുന്നത് കാണാറുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് അറിയണമെങ്കിൽ ഒരുപക്ഷെ പ്രമോദിനെ ഇനി കണ്ടെത്തുക എന്നതാണ്. അയാൾ ഇപ്പോൾ മാറി നിൽക്കുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും പോലീസ് വരുന്നില്ല. എന്തായാലും ഇയാൾ എത്തിയാൽ അല്ലെങ്കിൽ ഇയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നും പോലീസ് പറയുന്നു. ഒപ്പം എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ചിത്രവും പോലീസിൽ നിന്നും വൈകാതെ ലഭിക്കും. ഈ സ്വാഭാവികമായ മരണമാണോ, അല്ലെങ്കിൽ ആത്മഹത്യയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയ ശേഷം സഹോദരൻ പോയതാണോ എന്നിങ്ങനെ പലതരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തേണ്ടതുണ്ട്. പക്ഷെ അക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു പ്രാഥമിക നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും സഹോദരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എൽദോ. ഓക്കെ, അനീഷ് തുടരുക. നമുക്ക് പ്രദേശവാസികൾ നൽകുന്ന പ്രതികരണം എന്താണെന്ന് കൂടി കേട്ടിട്ട് വരാം ഈ മരണം സംബന്ധിച്ച്. ഒരു 3 കൊല്ലത്തോളം ആയി തോന്നുന്നു അവർ താമസിക്കുന്നു. വാടകയ്ക്കാണ്. 2 പ്രായമുള്ള അമ്മമാരും ഒരു ആങ്ങളയാണുള്ളത്. അപ്പോൾ ഈ ആങ്ങള ഇപ്പം രാവിലെ അവരെ റിലേറ്റീവിനെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു 5 മണിയോളം ആയപ്പോൾ വീട്ടിലേക്ക് അവരെ വിളിച്ചു പറഞ്ഞു മരിച്ചിട്ടുണ്ട്, പെങ്ങൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ട് റിലേറ്റീവ് തിരിച്ച് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. അപ്പോൾ അതിൻ്റെ സംശയഭാഗമായിട്ട് അവർ നേരെ ഇവിടെ എത്തുകയുണ്ടായി. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഗേറ്റൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ആങ്ങളല്ല, വിളിച്ച ആളില്ല. അപ്പോൾ അവർ ഉള്ളിൽ കയറി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഉള്ളിൽ കയറി നോക്കിയപ്പോൾ 2 റൂമിൽ മരിച്ച ഇതിലാണ് കാണുന്നത്. അപ്പോൾ അത് വേറൊരു ഇതില്ല, നല്ല രീതിയിൽ തന്നെ ബെഡിൽ വിരിച്ചിട്ട് വയറ്റ് പുതച്ചിട്ട് കിടക്കുകയാണ്. അപ്പം ആ പുള്ളി അത് കണ്ട പാനിക് അവസ്ഥയിൽ ഞങ്ങളെ വീട്ടിൽ വന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു, DYFന്റെ CPMന്റെ ഒക്കെ പ്രവർത്തകരുണ്ട്. ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് റൗണ്ടിങ് നടക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഞങ്ങൾ കയറി നോക്കുകയുണ്ടായി. ആ നോക്കിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഒരു പുള്ളി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഒരു എന്താ പറയുക, റിങ് പോകുന്നുണ്ട് ആദ്യമൊക്കെ, പിന്നെ സ്വിച്ച് ഓഫ് ആയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ചേവര സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയും അവർ പെട്ടെന്ന് എത്തുകയും ചെയ്യുന്നുണ്ട്. അനീഷ്, ഈ പ്രദേശവാസികൾ പറയുന്നതിൽ വ്യക്തമാണ്, ഇയാൾ വിളിച്ചു പറയുന്നു പക്ഷേ ഇയാളെ കാണുന്നില്ല. ഈ പോലീസ് ഇയാളുടെ മൊബൈൽ ഫോണൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നില്ലേ? മാത്രമല്ല വയോധികരായിട്ടുള്ള സഹോദരിമാർ 2 പേർ ഇയാൾക്കൊപ്പം എങ്ങനെയായിരുന്നു ഇവരുടെ ജീവിത സാഹചര്യമൊക്കെ? എന്താണ് പോലീസ് പറയുന്നത്? അതാണ് ഒരു പോലീസിന് ഒരു കുഴയ്ക്കുന്ന പ്രശ്നം. കാരണം
ഇയാൾ തന്നെയാണ് ഇയാളുടെ അകന്ന ഒരു ബന്ധുവിനെ രാവിലെ തന്നെ പുലർച്ചെ 5 മണിക്കാണ് ആ ഫോൺ വിളിച്ച് പറയുന്നത് ഇങ്ങനെ സഹോദരി മരിച്ചുവെന്ന്. ഒരു സഹോദരി മരിച്ചു എന്ന വിവരമാണ് നൽകിയത്. ഇതേ തുടർന്ന് വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ അതായത് ഈ ഫോൺ വിളിച്ച് അറിയിച്ച ശേഷം ഇയാളുടെ ഫോണിലേക്ക് തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഇതേ തുടർന്നാണ് വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോൾ 2 മുറികളിലായി 2 പേരെ മരിച്ച നിലയിൽ, അത് കൃത്യമായി വെള്ളയൊക്കെ പുതപ്പിച്ച് ഒരു പൊതുദർശനത്തിന് പര്യാപ്തമായ രീതിയിൽ തന്നെ ശാന്തമായി ഉറങ്ങുന്ന 2 സഹോദരിമാരെയാണ് അല്ലെങ്കിൽ 2 വയോധികരായ ആളുകളെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. സാധാരണഗതിയിൽ ഒരു സഹോദരി മരിച്ചാൽ ബന്ധുക്കളെ വിവരം അറിയിച്ച് അവരൊക്കെ എത്തുമ്പോഴേക്കും അയാൾ അവിടെ കാണേണ്ടതാണ്. ഒപ്പം ഈ ഒരു സഹോദരി മരിക്കുമ്പോൾ മറ്റൊരു സഹോദരി കൂടി എങ്ങനെ മരിച്ചു എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ പ്രായാധിക്യം മൂലം ശാരീരികമായ ഒരുപാട് വൈഷമ്യങ്ങളൊക്കെ നേരിടുന്ന ആളുകളാണ്. ഒരുപക്ഷെ അവർ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും അത്തരം ചെയ്താണോ എന്നൊന്നും ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ പോലീസിന് വരുത്താൻ കഴിയുന്നില്ല. വളരെ ശാന്തമായി തന്നെ 2 പേർ 2 മുറിയിലായി കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ അത്തരം ഒരു പൊസിഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ വധിക്കാൻ ശ്രമിച്ചതോ അങ്ങനെ ഉള്ള തെളിവുകളൊന്നും നിലവിൽ ലഭ്യമല്ല. എന്താണ് ഇതിൽ കൃത്യമായി സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം ലഭിക്കണമെങ്കിൽ ഈ സഹോദരൻ പ്രമോദ് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ പോലീസ് പ്രമോദിനെ കണ്ടെത്തുകയോ വേണം. ഏറ്റവും ഒടുവിൽ പോലീസ് മൊബൈൽ ടവറൊക്കെ ലൊക്കേറ്റ് ചെയ്തപ്പോൾ ഫാറൂഖ് ഭാഗത്ത് മൊബൈൽ ഫോൺ ഓൺ ആക്കിയതായി കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മറ്റ് ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കുമ്പോൾ എന്താണ് മരണകാരണം എന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തത വരും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അതിന്റെ നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ. പോലീസിന്റെ നടപടിക്രമങ്ങളാണ്. ഇയാളെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നാലും 2 വയോധികരായിട്ടുള്ള സ്ത്രീകളാണ് മരിച്ചത്, സഹോദരിമാരാണ് മരിച്ചു കിടക്കുന്നു. മാത്രമല്ല വെള്ള പുതപ്പിച്ച അനീഷ് അങ്ങനെ കൂടിയല്ലേ, വെള്ള പുതപ്പിച്ച നിലയിലായിരുന്നില്ലേ? തീർച്ചയായും ഒരു പൊതുദർശനത്തിന് പര്യാപ്തമായ രീതിയിൽ അല്ലെങ്കിൽ ആളുകളൊക്കെ വന്ന് കാണുമ്പോൾ നമ്മൾ സാധാരണയായി മരിച്ച ആളുകളെ എങ്ങനെ കൃത്യമായ രീതിയിൽ ഒരു കട്ടിലിൽ കിടത്തുക എന്ന രീതിയിലൊക്കെയാണ്. അതായത് ശരീരത്തിന്റെ ഏതാണ്ട് കഴുത്ത് ഭാഗം വരെ വെള്ള പുതപ്പിച്ചിട്ടുണ്ട്. മുഖം വരുന്ന ആളുകൾക്ക് കാണാൻ പര്യാപ്തമായ രീതിയിൽ ഒരു മുറിയിൽ ഒരു സഹോദരി, മറ്റൊരു മുറിയിൽ അടുത്ത സഹോദരി, അങ്ങനെ 2 പേരെയും സമാനമായ രീതിയിൽ തന്നെ വെള്ള പുതപ്പിച്ച് ആളുകൾ വന്ന് കാണാൻ പര്യാപ്തമായി കഴുത്ത് വരെ വെള്ള തുണി മൂടി ഇട്ടാണ് കിടക്കുന്നത്. റൈറ്റ്. എന്നാലും അതിലും വ്യക്തത വരേണ്ടതുണ്ട്. പോലീസിനും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇവരുടെ സാഹചര്യം, ഇവരെങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്തരം ഇയാളെ കാണാൻ കിട്ടാതെ പോകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. എന്നാലും 2 സ്ത്രീകളുടെ മരണത്തിന്റെ വിവരമാണ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ മടങ്ങിയെത്തും. സ്പോട്ട്ലൈറ്റ് തുടരുകയാണ്. മലപ്പുറം കൊണ്ടോട്ടി കരിപ്പൂരിൽ കാർ ആക്രമിച്ച് 20 ലക്ഷം രൂപ കവർച്ച നടത്തിയ കേസിൽ 6 പേർ അറസ്റ്റിലായി. കരിപ്പൂർ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കരിപ്പൂർ സ്വദേശി നിസാർ, മുഹമ്മദ് ഷഫി, KC അബ്ദുനാസർ, സൈനുൽ ആബീദ്, ഇർഷാദ്, മുഹമ്മദ് മുസ്ഫർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ വാടകയ്ക്കെടുത്ത കാറും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പണം കൊണ്ടുവന്നതിലും ദുരൂഹതയുണ്ട്. CB അനുമോദ് ചേരുന്നു. അനുമോദ്, ആദ്യം ഈ പണം അതിന്റെ സോഴ്സ് സംബന്ധിച്ചുള്ള വ്യക്തതയുണ്ടോ? ഈ ഒരു കേസ് സത്യത്തില് ഈ പണത്തിന്റെ സോഴ്സിലേക്ക് അന്വേഷണം ചെന്നെത്തുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജൂലൈ 16-ാം തീയതി അതിന്റെ സംഭവം ഉണ്ടാകുന്നത് മുസ്തഫ എന്ന വ്യക്തിയുടെ ഇന്നോവ കാർ തടഞ്ഞു നിർത്തി ഒരു വശത്തെ ഗ്ലാസ് പൊട്ടിച്ച് ഡാഷ്ബോർഡിലായിരുന്നു 20 ലക്ഷം രൂപ കവർന്നു എന്നാണ് പരാതി. ഇതിൽ 2 കാര്യങ്ങളാണ്. ആദ്യത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടമാണ്. ഈ ഒരു കാറ് തടഞ്ഞു നിർത്തി ഈ പണം കവർന്നത് നിസാറും അതുപോലെ മറ്റ് 5 പേരും ചേർന്നാണ് എന്നാണ് പറയുന്നത്. നിസാർ കാറ് വാടകയ്ക്ക് കൊടുത്ത ആളാണ്. ഈ കേസിൽ ഉൾപ്പെട്ട ഇർഷാദ് എന്ന ആള് മുസ്തഫയുടെ നാട്ടുകാരനാണ്. മുസ്തഫയുടെ ഇടപാടുകളും മുസ്തഫയ്ക്ക് പണം എവിടുന്ന് വരുന്നു എന്ന കാര്യങ്ങളും ഒക്കെ അറിയുന്ന ആളാണ്. ബാക്കി 4 പേർ ചേർന്നാണ് പണം വാഹനം തടഞ്ഞു നിർത്തി കവർന്നിരിക്കുന്നത്. ഇതിൽ നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു. പ്രദേശത്തെ 100-ലേറെ CCTVകളും അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ ആ സമയത്തുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളുടെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ച് അതുവഴിയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പണം എവിടുന്ന് എന്നുള്ളതാണ്. 20 ലക്ഷം രൂപ ലിക്വിഡ് മണി ആയിട്ട് ക്യാഷ് ആയിട്ടാണ് മുസ്തഫയുടെ കൈവശം ഉണ്ടായിരുന്നത്. ഇത് എവിടുന്ന് എന്ന കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്.
മുസ്തഫയ്ക്ക് ഈ കോളേജുകളിൽ സീറ്റ് ലഭ്യമാക്കി കൊടുക്കുന്ന അത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ പണം വന്നത് എന്നാണ് പ്രാഥമികമായിട്ട് മുസ്തഫ നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ മുസ്തഫയുടെ ഭാഗത്ത് പോലീസിന് ലഭിച്ച ഒരു മൊഴി. പക്ഷേ അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല 2 പേരെ കൊണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന പണം 2 പേരെ കൊണ്ട് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്യിക്കുകയായിരുന്നു മുസ്തഫ ചെയ്തത്. 2 പേർക്കും ഈ പണം പിൻവലിച്ചതിൻ്റെ കമ്മീഷനായിട്ട് പണവും നൽകിയിട്ടുണ്ട്, പ്രതിഫലവും നൽകിയിട്ടുണ്ട്. ഈ പണം പിൻവലിക്കാനുള്ള അക്കൗണ്ട് സംഘടിപ്പിച്ച് കൊടുത്ത ഒരാൾ ഇർഷാദ് വഴിയാണ് മുസ്തഫയുമായി ബന്ധപ്പെടുന്നത്. അയാൾ നിലവിൽ റിമാൻഡിലാവുന്നത്. അതായത് പണത്തിൻ്റെ സോഴ്സ് ഇപ്പോഴും പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യമായിട്ടുള്ളതല്ല. പണം 20 ലക്ഷം രൂപ ലിക്വിഡ് മണിയായിട്ട് എങ്ങനെ കൈവശം വന്നു എന്നതിനെ കുറിച്ച് മുസ്തഫ ഇപ്പോഴും കൃത്യമായ മൊഴി നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ, നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടന്നു വന്ന കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് നിലവിൽ മുസ്തഫ ഇതിലൊന്നും പ്രതിയല്ലെങ്കിൽ പോലും പരാതിക്കാരനാണ് മുസ്തഫ. പക്ഷേ ഒരു അന്വേഷണം പുരോഗമിച്ച് ഈ പണത്തിന്റെ സോഴ്സ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, നിയമവിരുദ്ധമായ രീതിയിലാണ് ഇടപാടെങ്കിൽ അത് മറ്റൊരു കേസിലേക്ക് വഴിയൊരുക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു പണം 20 ലക്ഷം രൂപ ഈ പ്രതികളെ മാത്രമേ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളൂ. പണമൊക്കെ തന്നെ ഇതിനോടകം തന്നെ അവർ ചെലവഴിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഇർഷാദ് എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ടുള്ളത്. മുസ്തഫയുടെ ഇടപാടുകൾ, മുസ്തഫയ്ക്ക് പണം ലഭിക്കുവാൻ അല്ലെങ്കിൽ പണം പിൻവലിക്കുവാൻ വേണ്ട അക്കൗണ്ട് അത് നൽകിയത്, അക്കൗണ്ട് ഹോൾഡേഴ്സിന് നൽകിയത് ഇർഷാദ് വഴിയും ഒരാളാണ്. അപ്പോൾ എല്ലാ ഇടപാടുകളും ഇർഷാദ് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ആണ് ഈ ഒരു കേസിൽ ഇർഷാദ് ബന്ധപ്പെടുന്നത്. ഇർഷാദ് വഴിയായിരിക്കാം മുസ്തഫയുടെ കൈവശം ഇത്ര പണമുണ്ടെന്നും വാഹനത്തിലുണ്ടെന്നും മറ്റ് സംഘം അറിയുന്നതും അവരത് കൃത്യമായി ആസൂത്രണം ചെയ്ത് വാഹനം ആക്രമിച്ച് ഈ പണം കവരുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും കരിപ്പൂർ പോലീസിന് മുമ്പിൽ ഈ പ്രതികളെ പിടികൂടിയത് മറ്റൊരു കേസിൻ്റെ അന്വേഷണത്തിലേക്ക് വഴിതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു പക്ഷേ ഹവാലയുടെ മറ്റേതെങ്കിലും രൂപമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ ഇടപാടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അനുമതി, ഈ മുസ്തഫയുടെ തൊഴിൽ എന്താണ്? അദ്ദേഹത്തിന്റെ സാഹചര്യം എന്താണ്? മറ്റൊന്ന്, ഈ ഇർഷാദാണല്ലോ ഈ മുസ്തഫയുമായി പരിചയമുണ്ട് എന്ന് പറയുന്നത്. ഇർഷാദിന്റെ സുഹൃത്തുക്കളാണ് ബാക്കിയുള്ളവർ. ഇവരുടെയും തൊഴിൽ സാഹചര്യമൊക്കെ എന്താണെന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? നേരത്തെ ഏതെങ്കിലും പൊളിറ്റിക്കൽ കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ ഒക്കെ ബന്ധമുള്ള അല്ലെങ്കിൽ പെട്ടിട്ടുള്ളവരാണോ ഇവർ? അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ മുസ്തഫയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോളേജുകളിലും സർവകലാശാലകളിലുമൊക്കെ സീറ്റ് ലഭ്യമാക്കി കൊടുക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഉള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജോലിയാണ് ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും അധികം പണം വന്നത് എന്നാണ് പ്രാഥമികമായിട്ട് ഒരു അന്വേഷണത്തിൽ മനസ്സിലായിട്ടത്. ഈ പണം വന്നത് കണ്ണൂരിൽ ഇവിടെ നിന്നുമാണ്, പക്ഷെ അതും സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് കോളേജിൽ കൊടുക്കാനുള്ള പണം എന്ന തരത്തിലായിരിക്കാം വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ പണം പിൻവലിക്കേണ്ട ആവശ്യമില്ല, അത് മറ്റൊരു തരത്തിൽ കൈമാറാനുള്ള സാഹചര്യങ്ങളുണ്ട്. മാത്രമല്ല ഈ പണം പിൻവലിച്ചത് 2 പേരുടെ അക്കൗണ്ട് വഴിയാണ്. ഒരാളുടെ അക്കൗണ്ട് വഴി 11 ലക്ഷവും മറ്റൊരാളുടെ അക്കൗണ്ട് 9 ലക്ഷവും. അപ്പോൾ ഈ 2 പേർക്കും അക്കൗണ്ടിലേക്ക് പണം വന്നത് എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല. അവർക്ക് അവരുടെ അക്കൗണ്ടിൽ പണം വരുന്നു എന്ന് പറഞ്ഞു അതവർ എടുത്തു കൊടുക്കുന്നു, 2 ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു, അതിന് കമ്മീഷൻ പറ്റുന്നു, പ്രതിഫലം പറ്റുന്നു. അത്രയുമാണ് ആ പണം പിൻവലിക്കുന്നത് കാര്യത്തിൽ വന്നിട്ടുള്ളത്. ഇനി ഈ ഇർഷാദിന് കൃത്യമായിട്ട് ഈ ഡീലിങ്ങളെ കുറിച്ച് അറിയുമായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇർഷാദാണ് ഈ ഒരു വിവരം ഒരുപക്ഷെ പുറത്തു വിടുകയും ഇത് പണം അടിച്ചു മാറ്റാനുള്ള പ്ലാൻ തയ്യാറാക്കാൻ ഈ സംഘത്തെ സഹായിക്കും. ഇവർ നിസാർ എന്ന വ്യക്തിയും മറ്റു 4-5 പേരുമാണ് നിലവിൽ കരിപ്പൂർ സ്വദേശികൾ. ഇവർക്ക് പരിചയക്കാരാണ്. ഇവരുടെ ക്രൈം ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. മറ്റേ മുസ്തഫയെ സംബന്ധിച്ച് മറ്റ് സ്വർണ്ണക്കടത്ത് കേസിലോ അങ്ങനത്തെ കേസുകളൊന്നും പ്രതിയല്ല എന്നാണ് ഇതുവരെയും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഒരു ക്രൈം ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്ന് തന്നെയാണെങ്കിലും കൃത്യമായ ഒരു ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട്. 2 ക്രൈമുകളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, നിയമവിരുദ്ധമായ രീതിയിൽ ഒരു പണമിടപാട് അവിടെ നടക്കുന്നു. 2, അങ്ങനെ നടന്ന പണമിടപാട് അത് ഈ ഒരു വ്യക്തിയെ ആക്രമിച്ച് അവർ തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ്. എഴുതും അനുമോദ്, വളരെ സങ്കീർണതയുള്ളൊരു കേസാണെന്ന് മനസ്സിലാക്കുന്നു ഈ പറയുന്നതിൽ നിന്ന്. ഇനി ഈ പറയുന്ന 6 പേരെ ഇത് എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ഇവർ ഇത്രയും കാലം ഒളിവിലായിരുന്നു. എത്ര ദിവസമായി ഈ സംഭവം നടന്നിട്ട്?
ജൂലൈ 16-നാണ് ഈ സംഭവം നടന്നത്. ജൂലൈ 16-ന് സംഭവം നടന്നപ്പോൾ തന്നെ പോലീസിൽ പരാതി എത്തിയെങ്കിലും പോലീസ് ആദ്യം എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മൊഴി മുസ്തഫ നൽകിയിരുന്നില്ല. അതിനൊന്ന് തിരിച്ചു മറിച്ചതൊക്കെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് 20 ലക്ഷം എന്ന ഒരു കണക്കിലേക്ക് എത്തിയത്. അത് എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ ഇപ്പോഴും മുസ്തഫയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അന്നും മുസ്തഫ പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് പോലീസിന് അറിയാം. അപ്പോൾ കേസ് അന്ന് അങ്ങനെ സംഭവിച്ചതിന് ശേഷം പിന്നീട് ഈ വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നു. ഒരു നീല സ്വിഫ്റ്റ് കാറിൽ KL01 എന്ന ഒരു തുടക്കത്തിലുള്ള ഒരു നമ്പറിൽ ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നു വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്നത്. അത് മാത്രമായിരുന്നു മുസ്തഫയ്ക്ക് പറയാനുണ്ടായിരുന്നത്. പിന്നെ ആ മേഖലയിലെ CCTVകളും അതുപോലെയുള്ള മറ്റ് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും വിവരങ്ങൾ എടുക്കുകയും അതിനൊപ്പം തന്നെ ടെലിഫോൺ രേഖകൾ വഴി ആ സമയത്ത് ആ ലൊക്കേഷനിലുണ്ടായിരുന്ന ആളുകളുടെ ടെലിഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവുമാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. തുടർന്ന് GPS-ന്റെ സഹായത്തോടെയാണ് ഈ വാഹന ഉടമയെ കണ്ടെത്തി. വാഹന ഉടമ നിസാർ എന്ന ഒരാൾക്കാണ് ഈ വാഹനം നൽകിയതെന്ന് മനസ്സിലാക്കി. അത് വ്യാജ നമ്പർ പ്ലേറ്റ് നിസാറിന്റെ സംഘമാണ് ഒട്ടിച്ച് അതിനുശേഷം ഈ വാഹനവുമായിട്ടാണ് ഇവർ കടന്നു കളഞ്ഞിരിക്കുന്നത്. തുടർന്ന് GPS-ന്റെ സഹായത്തോടെ ഇവർ അന്വേഷണം നടത്തുകയും അങ്ങനെ വയനാട്ടിലെ മീനങ്ങാടിയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഇവരെ പോലീസ് പിടികൂടുകയാണ് ചെയ്തത്. അതാണെങ്കിലും ഈ പണം ഇവരിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പണം പല വഴിയിൽ ചിലവായി പോയി എന്നൊക്കെയാണ് ഈ സംഘം നൽകുന്ന വിശദീകരണം. അതാണെങ്കിലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കും. കാരണം പ്രതികളെ ഇപ്പോൾ റിമാൻഡിലാണ്. അവരെ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലും മറ്റും ഉണ്ടായിരിക്കും. എന്താണെങ്കിലും കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന നിയമവിരുദ്ധമായ പല ഇടപാടുകളിൽ പോലീസിന്റെ കയ്യിലെത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഡീൽ തന്നെയാണ് ഈ ഒരു കേസെന്ന് നമുക്ക് പറയാനാകും. രണ്ട് തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണത്തിന്റെ സോഴ്സ്, അതേപോലെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ, ഇത് രണ്ടും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാകും. അതിന്റെ വിവരങ്ങൾ എന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാലും കരിപ്പൂർ പോലീസ് ആണ് പ്രതികളെ പിടികൂടിയത്. കൂടുതൽ വിവരങ്ങൾ അതിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. നേരത്തെ ആദ്യം പരാതി നൽകിയപ്പോൾ പണത്തിന്റെ സോഴ്സ് സംബന്ധിച്ചൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു കാലതാമസത്തിനും സാഹചര്യമായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും ഇർഷാദാണ് അതിൽ കൃത്യമായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്തിയതെന്ന് തോന്നുന്നു. ഇർഷാദിനാണ് മുസ്തഫയുടെ ഈ പണം കയ്യിലുള്ളതും അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ ഇത്തരം പൈസ വരുന്ന കാര്യമൊക്കെ അറിവുണ്ടായിരുന്നത്. ഇർഷാദ് വഴി മറ്റ് 5 പേരും കൂടെ ചേർന്ന് പദ്ധതിയിട്ട് നടത്തിയ ഒരു കവർച്ചയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. പ്രതികൾ വാടകയ്ക്കെടുത്ത കാറ്, അതും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. പണം കൊണ്ടുവന്നതിൽ ദുരൂഹത അന്വേഷിക്കുന്നുണ്ട് പോലീസ്. ഇതിൽ വേറെ എന്തെങ്കിലും സാഹചര്യമോ ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാണെങ്കിലും CV അനുമോദ് പറയുന്നത് പോലെ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അനുമോദ്, ഒറ്റയ്ക്കൊരു കാര്യം കൂടി. ഈ കാർ വാടകയ്ക്ക് എടുത്തത് എവിടെ നിന്നാണ്? ഇതിനു വേണ്ടി മാത്രം, ഈ കവർച്ചയ്ക്ക് വേണ്ടി മാത്രം എടുത്തു എന്നാണോ, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് അതിനെപ്പറ്റി പറയുന്നുണ്ടോ ഈ കവർച്ച സംബന്ധിച്ച്? ഈ ഒരു വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. കാരണം അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാറ് നൽകിയത് വാടകയ്ക്കെടുത്തത് നിസാർ എന്ന വ്യക്തിയാണ് എന്ന് മാത്രമാണ് ഈ പോലീസ് പറഞ്ഞില്ല. അതും തന്നെ ഈ കാറിന്റെ യഥാർത്ഥ ഓണറെ കണ്ടെത്തി അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിച്ചാണ് GPS-ന്റെ പരിശോധന കൂടി നടത്തിയാണ്. GPS-ന്റെ വിവരം കൂടി ശേഖരിച്ചുകൊണ്ടാണ് ഈ പ്രതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാർ വാടകയ്ക്ക് കൊടുത്ത ആൾക്ക് സ്വാഭാവികമായിട്ടും പലർക്കും വാടകയ്ക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ടാവും മലപ്പുറം ഭാഗത്തൊക്കെ. പക്ഷേ ഈ കാർ ഉപയോഗിച്ചത് ഇത്തരത്തിലൊരു കൃത്യത്തിലാണ് എന്നൊരിക്കലും ഇതിന്റെ ഉടമസ്ഥൻ അറിയണമെന്നില്ല. എന്നിരുന്നാലും നിസാർ എന്ന വ്യക്തിയാണ് ഈ കാർ വാടകയ്ക്ക് എടുത്ത് ഈ സംഘത്തിന് ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. നിസാറിനൊപ്പം ഇർഷാദാണ് ഈ വിവരങ്ങൾ ശേഖരിച്ച് ഈ സംഘത്തിന് കൈമാറുന്നത്. അപ്പോൾ ഈ 6 പേരിൽ 4 പേരാണ് ഈ വാഹനം തടഞ്ഞു നിർത്തി ഈ അക്രമം നടത്തി പണം ശേഖരിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് സപ്പോർട്ട് ചെയ്തു കൊടുത്തത് നിസാറും ഇർഷാദുമാണ്. ഈ ഇർഷാദ് ആ സമയത്ത് വളാഞ്ചേരിയിലാണ് ഉണ്ടായിരുന്നത്. നിസാർ ആ സമയത്ത് ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഈ പണമിടപാടിനെ സംബന്ധിച്ച് വിവരങ്ങൾ അറിയുന്ന ഒട്ടേറെ പേർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഈ ഇർഷാദിന് കൃത്യമായിട്ട് പണം വരുന്ന വഴി ഏത് അക്കൗണ്ടിലേക്ക് വന്നു, എന്തിനു വന്നു എന്നുള്ള കാര്യങ്ങൾ കുറേ കൂടി വിവരങ്ങളിലുണ്ടാവും. അപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ ഇർഷാദിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത ലഭിച്ചാൽ ഒരു പക്ഷേ പണത്തിൻ്റെ സോഴ്സ് നമുക്കറിയാം. പലർക്കും രേഖകളിൽ കാണിക്കാത്ത പണം ഒരുപാട് പല തരത്തിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് പണം വരുന്നു. ആ അക്കൗണ്ട് ഹോൾഡറിന് നിശ്ചിത ശതമാനം പണം കമ്മീഷനായി കൊടുത്ത് ആ പണം പിൻവലിക്കുന്നു. ഈ പണം എവിടെ നിന്ന് വന്നോ ആർക്ക് നൽകിയെന്നോ ഒരുപക്ഷെ അക്കൗണ്ട് ഉടമയ്ക്ക് പോലും അറിയണമെന്നില്ല. അത്തരത്തിൽ രേഖകളിൽ കാണാൻ ഈ പണം നൽകിയ ആൾ ആരാണെന്ന് പോലും ചിലപ്പോൾ വ്യക്തമാകണമെന്നില്ല. അത്തരത്തിൽ എവിടെയും തപ്പിയാൽ കാണാത്തത്ര
ഇടപാടുകൾ ഇത്തരം ഈ സാമ്പത്തിക മേഖല കേന്ദ്രീകരിച്ച് പലതും നടക്കുന്നുണ്ട്. അതും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം കൊണ്ടുചെന്ന് എത്തുമെന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സൈബർ തട്ടിപ്പിന്റെ കാലത്ത് ഈ സൈബർ സംഘങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് അക്കൗണ്ടിൽ നിന്ന് പണം വന്നു എന്ന് പോലും അറിയാതെ, ഏത് അക്കൗണ്ടിലേക്ക് പോകുന്നു എന്നും അറിയാതെ അവരുടെ കയ്യിലൂടെ ഇത് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഇത് കടക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും ഈ തട്ടിപ്പ് സംഘത്തെ പിടികൂടിയതിലുള്ള ദുരൂഹതകൾ ഏറെക്കുറെ പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ട് ഉണ്ട്. അവർക്ക് അതിന്റെ വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി വിവരം ലഭിക്കാനുള്ളത് ഈ പണത്തിന്റെ സോഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അത് രാജ്യ തലസ്ഥാനത്താണ്. ഡൽഹിയിൽ മതിൽ ഇടിഞ്ഞു വീണ് 7 പേർ മരിച്ചു. പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയെ തുടർന്നാണ് മതിൽ ഇടിഞ്ഞു വീണത്. MG മിഥുൻ വിവരങ്ങൾ നൽകും. മിഥുൻ, ഇതെവിടെയാണ് സംഭവം? മതിൽ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? എൽദോ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഡൽഹി ഹരിനഗറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഒരു ക്ഷേത്രത്തിന്റെ മതിലാണ് ഈ കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട്. അതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും അതിശക്തമായ മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കനത്ത മഴയിലാണ് ഈ മതിൽ ഇടിഞ്ഞു വീഴുകയും അതിന് തൊട്ട് സമീപം, അതായത് ഈ ക്ഷേത്രത്തിന് സമീപം ഈ ഒരു ചേരി പ്രദേശമാണ്. അവിടെ നിരവധി ചെറിയ ചെറിയ വീടുകൾ ഉണ്ടായിരുന്നു. ആ മേഖലയിലേക്കാണ് ഈ മതിലിടിഞ്ഞു വീഴുകയും അതിൽ 11 പേരെ ഇപ്പോൾ പിന്നീട് ഈ രക്ഷാപ്രവർത്തനത്തിനെ കണ്ടെത്തി. അതിൽ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേരെ ഗുരുതര പരിക്കുകളോടുകൂടി സമീപത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പേരാരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധന നടക്കുകയാണ്. കാരണം ക്ഷേത്രത്തിന്റെ മതിലാണ്, വളരെ പൊക്കമുള്ള മതിലാണ്. ക്ഷേത്രത്തിനകത്ത് ഇത് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും തുടർന്ന് മതിൽ പൊടുന്നനെ ഇടിഞ്ഞ് സമീപത്ത്, അതായത് തൊട്ട് സൈഡ് ഈ മതിലിനോട് ചേർന്ന് തന്നെയായിരുന്നു ഈ വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. ആ മേഖലയിലേക്കാണ് ഈ മതിൽ ഇടിഞ്ഞു വീഴുകയും ഈ ദാരുണമായ സംഭവം ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ 7 പേരിൽ 2 പേർ സ്ത്രീകളും 2 പേർ കുട്ടികളുമാണ് എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. അങ്ങനെ 7 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേരെ പരിക്കുകളോടുകൂടി സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നത്. കാരണം അതിശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മതിലിൻ്റെ ഒരു വശം മുഴുവനും, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഏകദേശം ഒരു 2 ആൾ പൊക്കത്തിൻ്റെ അത്രയും ഉയർച്ചയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്രത്തോളം നീളത്തിൽ ഒരു 50 മീറ്ററോളം നീളത്തിൽ ഇങ്ങനെ മതിലുണ്ടായിരുന്നു. അതിനോട് ചേർന്നുകൊണ്ടായിരുന്നു ഈ വീടുകളുണ്ടായിരുന്നത്. അതായത് ചെറിയ കുടിലുകളായിരുന്നു. അവിടെ താമസിച്ചിരുന്ന സാധാരണക്കാരായിട്ടുള്ള, വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരുന്നു. അവർ ഈ ആക്രികളൊക്കെ ശേഖരിച്ച് അത് വിറ്റ് കഴിയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ അപകടത്തിൽ പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഡൽഹി തലസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്നത്. എൽദോ, മിഥുൻ, ഈ പരിക്കേറ്റവരുടെ ഒരു ആരോഗ്യനിലയെ പറ്റിയൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. എന്താണ് അവസ്ഥ? അത് ഈ കൂറ്റൻ മതിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വീടുകളൊക്കെ തകർന്ന് അതിനുള്ളിൽ പെട്ടവരാണോ ഇത്തരത്തിൽ ഇങ്ങനെ പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്തത്? എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഈ പൊടുന്നനെ ഈ വീടുകളിലേക്ക്, അതായത് നമുക്കറിയാം ചേരി പ്രദേശമാണ്, അങ്ങനെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും അല്ല എന്നുള്ളതാണ്. വളരെ മറ്റേ ഈ ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലകളൊക്കെ അടിച്ച് ചേർത്തുണ്ടാക്കിയ ചെറിയ വീടുകൾ, ചെറിയ കുടിലുകളിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. അതിന് മുകളിലേക്കാണ് ഈ പൊടുന്നനെ മതിലിടിഞ്ഞ് വീഴുകയും ചെയ്തത്. അതിനുണ്ടായിരുന്നു ഈ ആളുകൾ എന്നുള്ളതാണ്. ആ മേഖലയിൽ തന്നെ കുറച്ചധികം വീടുകളുണ്ട്. അതിന് മുകളിലേക്കാണ് വീഴുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഈ 11 പേരെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 7 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ളത്. പിന്നീട് 4 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ്. അവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സാ സഹായവും ചെയ്യണം എന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ മേഖലയിൽ പരിശോധന തുടരുകയാണ്. കാരണം ഈ അവശിഷ്ടങ്ങൾ, ഈ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പരിശോധനകൾ ഇപ്പോൾ നടത്തുകയാണ്. അതിൽ ആരെങ്കിലും ഉള്ളിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതായത് ഈ മധ്യഭാഗത്താണ് ഈ മരിച്ച ആളുകളൊക്കെ ഈ ആളുകളുണ്ടായിരുന്നത്. അതിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ മധ്യഭാഗത്തുള്ള പരിശോധനയിലാണ് ഈ 7 പേരെ മരണപ്പെട്ട നിലയിലും ഒപ്പം തന്നെ 4 പേരെ പരിക്കുകളോടെയും കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ കൂടി പരിശോധന ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈ അവശിഷ്ടങ്ങൾ, ഈ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതാണ്. ഒരു വലിയ മതിലാണ് എന്നുള്ളതാണ്. ഒരു 2 ആൾ പൊക്കം വരുന്ന മതിൽ, അത്രത്തോളം രീതിയിൽ, അതായത് അതിന് സമീപത്താണ് ഈ വീടുകൾ ഇങ്ങനെ
കെട്ടിക്കൊണ്ടിരുന്നത്. അതിനപ്പുറത്ത് മറുവശത്തൊരു ക്ഷേത്രമാണ് എന്നുള്ളതാണ്. ആ ക്ഷേത്രത്തിൽ ഈ വെള്ളക്കെട്ടുണ്ടാവുകയും കഴിഞ്ഞ ദിവസത്തെ ഈ മഴയിൽ ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്താണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത്. വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലാണ് ഇത്തരത്തിലൊരു അപകടം, മതിലിടിഞ്ഞു വീണാണ് ഈ മരണം സംഭവിച്ചത്. 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പരിക്കേറ്റ 4 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്പോട്ട് ലൈവിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.